കന്യാസ്ത്രീകൾ ബിലാസ്പൂരിലെ NIA കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നു. ശരത് ലാൽ ചേരുന്നു വിവരങ്ങളുമായി. ശരത് ലാൽ, രാവിലെ റിപ്പോർട്ട് ചെയ്തത് പ്രകാരം തന്നെ ഇപ്പോൾ NIA കോടതിയിൽ കന്യാസ്ത്രീകൾ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നു. ഇനി അറിയേണ്ടത് ഈ ജാമ്യാപേക്ഷ എപ്പോഴായിരിക്കും NIA കോടതി പരിഗണിക്കുക എന്നതാണ്. ലക്ഷ്മി, ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. കാരണം സെഷൻസ് കോടതിയുടെ ദുർഗ് സെഷൻ കോടതിയുടെ നിർദ്ദേശവും ഉത്തരവും അനുസരിച്ചാണ് ജാമ്യാപേക്ഷ ബിലാസ്പൂർ കോടതിയിൽ നൽകിയിരിക്കുന്നത്, NIA കോടതി നൽകിയിരിക്കുന്നത്. ഈ NIA കോടതിയിൽ ഇത് എപ്പോൾ പരിഗണിക്കും എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. ഏതായാലും 12 മണിക്ക് മുമ്പേ ഇത് സംബന്ധിച്ച കാര്യങ്ങളിൽ തീരുമാനമാകും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം, കോടതിയിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും സഭാ അധ്യക്ഷന്മാരുമായി സഭയോടടുത്ത കേന്ദ്രങ്ങളും സഭയുടെ അഭിഭാഷകരടക്കം കോടതിയിലുണ്ട്. പ്രമുഖ അഭിഭാഷകരടക്കം നിരത്തിയാണ് NIA കോടതിയിലേക്ക് ഇപ്പോൾ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. ഹർജി ഫയൽ ചെയ്തതിന് ശേഷം ഇനി കോടതി 11 മണിക്ക് മെൻഷൻ ചെയ്യാനുള്ള നടപടിക്രമങ്ങളാണ് നോക്കിയിരുന്നത്. എന്നാൽ കോടതി രാവിലെ 11 NIA കോടതിയിൽ രാവിലെ 11 മണിക്ക് മറ്റൊരു വാദമുണ്ട്, വാദം തുടരുന്നു. ആ വാദം അവസാനിച്ച ഉടനെ തന്നെ മെൻഷൻ ചെയ്യുമെന്നാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. ഹർജി നൽകിക്കഴിഞ്ഞു. ആ ഹർജി കോടതി പരിഗണിക്കുന്നത് അല്പസമയം കൊണ്ട് കോടതി പരിഗണിക്കും എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന കാരണം. നേരത്തെയുള്ള ഒരു കേസിൽ വാദം തുടരുന്നത് കൊണ്ടാണ് ആ 11 മണിക്ക് ഹർജി മെൻഷൻ ചെയ്യാൻ കഴിയാതിരുന്നത്. 11 മണിക്ക് അവരുടെ വാദം തുടരുന്ന സാഹചര്യത്തിൽ ആ വാദം അവസാനിക്കുന്ന മുറയ്ക്ക് കന്യാസ്ത്രീകളുടെ വക്കീൽ അഭിഭാഷകൻ ഈ ഹർജിയെക്കുറിച്ച് മെൻഷൻ ചെയ്യും. ഏതായാലും ഇന്ന് തന്നെ ഇക്കാര്യത്തിൽ വാദം നടക്കുമെന്നാണ് അഭിഭാഷകന്റെ പ്രതീക്ഷ. അത് തീരുമാനിക്കേണ്ടത് NIA ജഡ്ജാണ്. എന്നാലും ഈ കാര്യത്തിൽ സർക്കാർ അഭിഭാഷകനും അവിടെ ഹാജരായിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അത് അമിത്ഷായുടെ ഇടപെടലുകൾ ഫലം കാണുന്നു എന്ന് വേണം നമുക്ക് ഇപ്പോൾ പറയാൻ. കാരണം സർക്കാർ അഭിഭാഷകനും ഛത്തീസ്ഗഡ് സർക്കാരിൻ്റെ അഭിഭാഷകനും പ്രോസിക്യൂഷനും ഒക്കെ അവിടെ ഹാജരായിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും NIA കോടതിയിലേക്ക് ആശയക്കുഴപ്പങ്ങൾക്കും അല്ലെങ്കിൽ വിവിധ ചർച്ചകൾക്കും ശേഷം ഈ 8ാമത്തെ ദിനം കന്യാസ്ത്രീകൾ ജയിലിലായിട്ട് 8ാമത്തെ ദിനം കോടതിയിൽ ഒരു NIA കോടതിയിൽ ജാമ്യ ഹർജി നൽകിയിരിക്കുന്നു. ഇത് ദുർഗ് സെഷൻ കോടതി തങ്ങളുടെ ഉത്തരവിൽ വ്യക്തമാക്കിയതാണ്. ഈ 3 കോടതികൾ NIA സെഷൻസ് കോടതിയിൽ 3 കോടതികൾ എവിടെ വേണമെങ്കിലും ഹർജി ഫയൽ ചെയ്യാമെന്നാണ് വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ സഭാ നേതൃത്വം ബിലാസ്പൂരിലെ കോടതിയിലാണ് ഹർജി ഫയൽ ചെയ്യുന്നത്. ഈ NIA കോടതി ബിലാസ്പൂർ ഹൈക്കോടതിൻ്റെ കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ NIA കോടതി വളരെ പ്രധാനമായ കേസുകൾ മാത്രമാണ് എടുക്കാറുള്ളൂ. ഇപ്പോൾ സെഷൻ കോടതിയുടെ നിർദ്ദേശവും ഉത്തരവുള്ളത് കൊണ്ട് തന്നെ ഹർജി ഫയൽ ചെയ്യാൻ കന്യാസ്ത്രീകൾക്ക് കഴിയും. കാരണം ഈ NIA കോടതിയിലെ ഉത്തരവിൽ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്, BNS 143 വകുപ്പ് കുറ്റപത്രം ചുമത്തിയതിനാൽ ഈ കോടതിയിൽ മാത്രമേ ഹർജി നൽകാൻ കഴിയുള്ളൂ, പരിഗണിക്കാൻ കഴിയുള്ളൂ എന്നൊരു ഉത്തരവാണ് കഴിഞ്ഞ ദിവസം സെഷൻസ് ജഡ്ജി ജാമ്യ ഹർജി നിരാകരിച്ചുകൊണ്ട് നൽകിയിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ കോടതിയിൽ ജാമ്യ ഹർജി ഏത് നിമിഷവും കോടതിയിൽ മെൻഷൻ ചെയ്യും എന്ന സ്ഥിതിയാണ് നമുക്ക് ഇപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം ബിലാസ്പൂരിൽ നിന്ന്. ലക്ഷ്മി, ശരത് ലാൽ, ഏതായാലും ഛത്തീസ്ഗഡ് സർക്കാർ ഈ ജാമ്യ ഹർജിയിൽ ഇനി അതിനെ എതിർക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. അമിത്ഷായുടെ ഇടപെടലോടുകൂടി തന്നെ ആ രീതിയിൽ സർക്കാരിന് ഒരു നിലപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അപ്പോഴും ബജ്രംഗ് ദൾ അടക്കമുള്ളവർ അവിടെ ജാമ്യ ഹർജിയെ എതിർക്കുന്ന നിലയിലുള്ള അതിശക്തമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. അവരുടെ അടക്കം അഭിഭാഷകർ അവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടോ? അവർ ഈ കേസിൽ കക്ഷിയാണോ? എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അവരെ NIA കോടതിയിലെ സംബന്ധിച്ചിടത്തോളം അഭിഭാഷകന് ലഭിക്കുന്ന വിവരം ഇതുവരെ ബജ്രംഗ് ദൾ കേവിയേറ്റോ അല്ലെങ്കിൽ കക്ഷി ചേരാനുള്ള ഹർജിയോ ഫയൽ ചെയ്തിട്ടില്ല. ഇനി ഹർജി വാദത്തിനെടുക്കുമ്പോൾ ബജ്രംഗ് ദളിൻ്റെ അഭിഭാഷകൻ ഹാജരാകുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല. നിലവിൽ കേവിയേറ്റോ അതേപോലെ തന്നെ കക്ഷി ചേരാനുള്ള അപേക്ഷയോ ഒന്നും തന്നെ NIA കോടതിക്ക് മുമ്പിലില്ല എന്നാണ് നമുക്കിപ്പോൾ ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരം. ലക്ഷ്മി.
ഏതായാലും വലിയ ഇടപെടലുകൾ ഉണ്ടായി എന്നുള്ള കാര്യം സംശയം വേണ്ട. പാർലമെന്റിൽ അടക്കം ഈ വിഷയം കാര്യമായി ഉന്നയിക്കുവാൻ കേരളത്തിൽ നിന്നുള്ള MP-മാർക്ക് സാധിച്ചു. സംസ്ഥാനത്തെ BJP നേതൃത്വം ഛത്തീസ്ഗഡിൽ എത്തി ചില ഇടപെടലുകൾ നടത്തിയിരുന്നു. അത് ഫലം കണ്ടില്ല എങ്കിൽ പോലും ആഭ്യന്തരമന്ത്രിയുടെ ശ്രദ്ധയിലേക്കൊക്കെ വിഷയം എത്തിക്കുവാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഒരു പോസിറ്റീവായ പരിണിതി, കന്യാസ്ത്രീകൾക്ക് വേഗത്തിൽ ജയിൽ മോചനം സാധ്യമാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് നമുക്ക് പ്രത്യാശിക്കാം, അല്ലേ ശരത്? ലക്ഷ്മി സൂചിപ്പിച്ചതും പറഞ്ഞതുമാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം കന്യാസ്ത്രീകൾക്ക് വേണ്ടി വ്യാപകമായ ഇടപെടലുകൾ നടന്നു. കേരളത്തിൻ്റെ BJP ജനറൽ സെക്രട്ടറി തന്നെ ഇവിടെ എത്തുകയും കഴിഞ്ഞ 6 ദിവസമായി ഇവിടെ താമസിച്ച് ഇക്കാര്യങ്ങൾ കോർഡിനേഷൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അനൂപ് ആൻ്റണി ആണ് ഇക്കാര്യത്തിൽ കൂടുതൽ സമയം ഇവിടെ താമസിച്ചത്. അനൂപ് ആൻ്റണി ഇന്ന് തന്നെ ഈ അഭിഭാഷകരോടൊപ്പം സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതേപോലെ തന്നെ കോൺഗ്രസിൻ്റെ MLA-മാരും ഇവിടെയുണ്ട്. അവരും ഈ കാര്യത്തിൽ നിയമസഹായത്തിൻ്റെയും അല്ലെങ്കിൽ സഭാ നേതൃത്വം നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. റോജി എം ജോൺ MLA ഇന്നലെ ബിലാസ്പൂരിൽ പോവുകയും ഇത് സംബന്ധിച്ച നിയമവിരുദ്ധരായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. അതേപോലെ ഇന്നലെ രാത്രി ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയെ വിളിച്ചു വരുത്തിയ അമിത്ഷാ ഈ കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്തിരുന്നു. അതുപോലെ RSSൻ്റെ പ്രതിനിധിയായ ഗഡ്കരി, നാഗപ്പൂരിൽ നിന്നുള്ള MP-ആയ ഗഡ്കരിയെ, കേന്ദ്രമന്ത്രി ഗഡ്കരിയുമായിട്ടും ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. ഏതായാലും കേന്ദ്ര BJP നേതൃത്വം ഇക്കാര്യത്തിൽ വളരെ കർക്കശമായ നിർദ്ദേശം ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ട്. ഈ ജാമ്യാപേക്ഷ എതിർക്കാൻ പാടില്ല. കാരണം ഇതൊരു തരത്തിലുള്ള ഒരു പ്രചരണം രാജ്യത്തിന് നല്ലതല്ല. അതുകൊണ്ട് തന്നെ ഈ ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ എതിർക്കാൻ പാടില്ല. കേസിന്റെ വഴിക്ക് നടക്കട്ടെ, ജയിലിൽ നിന്ന് മോചിതയാക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് അമിത്ഷാ നൽകിയിരിക്കുന്നത് എന്നാണ് നമുക്ക് BJP കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിച്ച വിവരം. ലക്ഷ്മി, തീർച്ചയായും കന്യാസ്ത്രീകളുടെ മോചനം അത് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്, പ്രത്യാശിക്കുന്നത് അത് തന്നെയാണ്. ശരത് ലാലാണ് വിവരങ്ങൾ പങ്കുവച്ചത്.